നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെതിരെ കടുത്ത വിമർശനമുയരുന്നു. വകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി മാറ്റിയെന്ന വിമർശനം പൊതുസമൂഹത്തിൽ ശക്തമായിരിക്കുകയാണ്. MLA ആകാൻ പോലും അർഹതയില്ലെന്ന വിധത്തിലാണ് മന്ത്രിക്കെതിരെ വിമർശനം കടുക്കുന്നത്. എന്നാൽ മന്ത്രിയുടെ കഴിവുകേടിനെ വെള്ളപൂശാൻ പാർട്ടി രംഗത്ത് വരികയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ FB പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കുമെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പ്രതികരിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJയുടെ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവിന്റെ പോസ്റ്റ് പ്രത്യക്ഷത്തിൽ മന്ത്രിക്കെതിരെ അല്ല എന്നും രാജു അബ്രഹാം പറഞ്ഞു. വാർത്തകളിൽ അവ മന്ത്രിക്കെതിരെ ഇന്ന് വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും രണ്ട് വിഷയവും പാർട്ടി ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നും രാജു അബ്രഹാം വ്യക്തമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിലാണ് മന്ത്രി വീണ ജോർജിനെതിരെ CPM നേതാക്കൾ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നത്. CPM പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ, CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവ് എന്നിവരായിരുന്നു മന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരുടെയും വിമർശനം. കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നുമായിരുന്നു SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജോൺസൺ PJയുടെ വിമർശനം. ഒരു MLA ആയി ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്നും ജോൺസൺ കൂട്ടിച്ചേർത്തിരുന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു പത്തനംതിട്ട CWC മുൻ ചെയർമാൻ കൂടിയായ N രാജീവ് പരോക്ഷമായി വിമർശിച്ചത്. സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമെന്നുമായിരുന്നു രാജീവിന്റെ പരിഹാസം. ഒത്താൽ രക്ഷപ്പെട്ടു എന്നതാണ് അവസ്ഥയെന്നും രാജീവ് പറഞ്ഞു. സ്വന്തം മണ്ഡലമായ ആറന്മുളയിൽ പാർട്ടിക്കാരുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല വീണ ജോർജ്. നേരത്തെ പലതവണ പാർട്ടി അംഗങ്ങൾ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പാർട്ടിക്കാർക്ക് പോലും കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം. ഫോൺ വിളിച്ചാൽ മന്ത്രിയുടെ ഓഫീസിലെ ചിലർ എടുക്കുമെന്നും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലേ ഫോൺ മന്ത്രിക്ക് കൈമാറൂ എന്നുള്ള പരാതി ജില്ലയിലെ ഉന്നത നേതാക്കൾക്ക് മുന്നിൽ വരെ എത്തിയെങ്കിലും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നും പാർട്ടി പ്രവർത്തകരായ ചിലർ പറയുന്നു. മന്ത്രിയുടെ ചില ബന്ധുക്കളുടെ ഇടപെടലുകളും പാർട്ടിയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന ആക്ഷേപമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു. രാവിലെ കുളിക്കുന്നതിനായി അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിൽ എത്തിയിരുന്നു. ഇതിനിടയിലായിരുന്നു അപകടം നടന്നത്. അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി VN വാസവൻ സ്ഥലത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രി വീണ ജോർജും സ്ഥലത്തെത്തി. ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണം. മന്ത്രി VN വാസവന്റെ നിർദ്ദേശമനുസരിച്ച് JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണ ജോർജ് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം വിവിധയിടങ്ങളിൽ അരങ്ങേറി. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധിക്കും. കളക്ടറുടെ നേതൃത്വത്തിലാകും റവന്യൂ സംഘം പരിശോധന നടത്തുക. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ടും നൽകും. ഇതിനിടെ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്. KPCC അധ്യക്ഷൻ സ്ഥലം സന്ദർശിച്ചു. ബിന്ദുവിന്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം.